എപ്സ്റ്റീൻ ഫയൽസ്. വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ വളരെ സജീവമായി ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഒരു സിനിമാ ഗോസിപ്പ് എന്ന നിലയിലാണ് പൊതുസമൂഹം ഈ വിഷയത്തെ സമീപിച്ചത്. എപ്സ്റ്റീൻ്റെ സ്വകാര്യ ഐലൻഡിൽ ആരൊക്കെ പോയി, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ എയർലൈൻസ് ആരൊക്കെ ഉപയോഗിച്ചു, എങ്ങനെ വളരെ പെരിഫറൽ ആയിട്ടുള്ള ചർച്ചകളാണ് എങ്ങും നമ്മൾ കണ്ടത്. എന്നാൽ ഒരു UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ അത്രയും പെരിഫറൽ ആയിട്ട് മാത്രമാണോ നമ്മൾ കാണേണ്ടത്? തീർച്ചയായും അല്ല. ഇവിടെയാണ് നമ്മൾ ലാറ്ററൽ തിങ്കിങ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ വിഷയത്തെ ഗോസിപ്പുകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സീരിയസ് ആയ 3 ലാറ്ററൽ ആംഗിൾസിലൂടെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി, ഉന്നതരായ വേൾഡ് ലീഡേഴ്സിനെ കെണിയിൽപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതി അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, അഥവാ ബ്ലാക്ക്മെയിലിംഗ് ഡിപ്ലോമസി. രണ്ടാമതായി, രാജ്യങ്ങളുടെ അതിർത്തികൾക്കും നിയമങ്ങൾക്കും അതീതമായി വളർന്നു വരുന്ന ഒരു പുതിയ സമ്പന്ന വർഗം, ഒരു ട്രാൻസ് നാഷണൽ എലീറ്റിന്റെ വളർച്ച. മൂന്നാമതായി, സ്വന്തം കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ ലോകത്തെ വലിയ നിയമസ്ഥാപനങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളെയും വിലക്കെടുക്കുന്ന രീതി, റെപ്യൂട്ടേഷണൽ ലോണ്ടറിംഗ് എന്ന് വിളിക്കുന്ന ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഒരു കണ്ടംപററി ഫീച്ചർ. മൈസെൽഫ് മിഥുൻ. Welcome to Lead IAS Score Enhancer series, where lateral thinking enhances your UPSC scores. നമ്മുടെ പ്രധാന പോയിന്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ഈ എപ്സ്റ്റീൻ കേസ് എന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. അമേരിക്കൻ കോടീശ്വരനായ ജെഫ്രി എപ്സ്റ്റൈൻ തന്റെ സ്വാധീനവും സമ്പത്തും ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മനുഷ്യക്കടത്ത് നടത്തുകയും ചെയ്തു എന്നതാണ് ഈ കേസിന്റെ അടിസ്ഥാനം. ഇതിനെ കേവലം ഒരു വ്യക്തിയുടെ ലൈംഗിക വൈകൃതമായി മാത്രം കാണാൻ കഴിയില്ല, മറിച്ച് വളരെ ആസൂത്രിതമായ ഒരു ഓർഗനൈസ്ഡ് ക്രൈമിന്റെ എല്ലാ സ്വഭാവങ്ങളും ഇതിനുണ്ടായിരുന്നു. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടികളുടെ വൾണറബിലിറ്റിയെയാണ് ഈ നെറ്റ്വർക്ക് പ്രധാനമായും ചൂഷണം ചെയ്തത്. ഇരകളെ കണ്ടെത്താൻ കൃത്യമായ റിക്രൂട്ടർമാരും അവരെ കടത്താൻ പ്രൈവറ്റ് ജെട്ടുകളും കരീബിയനിലെ പ്രൈവറ്റ് ഐലൻഡും അടക്കം ഒരു വലിയ സിൻഡിക്കേറ്റ് തന്നെ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും ഭയാനകമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടും വർഷങ്ങളോളം എപ്സ്റ്റൈൻ നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടാതെ ഇൻവിൻസിബിൾ ആയി ഇരുന്നത് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതിനുള്ള ഉത്തരം അയാളുടെ ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങളിൽ തന്നെയാണ്. ലോകത്ത് അതിസമ്പന്നരായിട്ടുള്ളവർ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ഭരണാധികാരികൾ, പ്രമുഖ കമ്പനികളുടെ CEOമാർ എന്നിവർ ഈ സ്വകാര്യ ദ്വീപിലെ സ്ഥിരം സന്ദർശകരായിരുന്നു എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. സ്വത്തും സമ്പത്തും സ്വാധീനവും ഉപയോഗിച്ച് നീതിന്യായ വ്യവസ്ഥിതിയിലെ പഴുതുകൾ കണ്ടെത്താനും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും പരാതി നൽകാൻ വരുന്ന ഇരകളെ നിശബ്ദരാക്കാനും എപ്സ്റ്റീന് കഴിഞ്ഞിരുന്നു. അതാണ് സിസ്റ്റത്തിന്റെ പൂർണ്ണമായ പിന്തുണയും സംരക്ഷണവും അയാളെ വർഷങ്ങളോളം നിയമത്തിന് അതീതനാക്കി നിർത്തിയെന്ന് നമുക്ക് കാണാൻ പറ്റും. അവസാനം 2019 അറസ്റ്റിലായ എപ്സ്റ്റൈൻ ജയിലിൽ വെച്ച് വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തു. ഈ അടുത്ത് കോടതി ഉത്തരവ് പ്രകാരം പുറത്തു വന്നിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് അയാളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന 100 കണക്കിന് ഉന്നതരുടെ പേരുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതാണ് എപ്സ്റ്റീൻ ഫയൽസിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഇനി നമുക്ക് ഗവേർണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, സെക്യൂരിറ്റി ചലഞ്ചസ് എന്ന ഏരിയാസിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആദ്യത്തെ ആംഗിളിലേക്ക് വരാം. ബ്ലാക്ക്മെയിലിംഗ് ഡിപ്ലോമസി. ജെഫ്രി എപ്സ്റ്റൈൻ കേവലം പാർട്ടികൾ മാത്രം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ച് വളരെ ആസൂത്രിതമായ ഒരു ഇന്റലിജൻസ് ഓപ്പറേഷൻ കൂടിയാണ് അയാൾ നടത്തിയിരുന്നത്. ആ സ്വകാര്യ ദ്വീപിൽ എത്തിയത് സാധാരണക്കാരല്ല. ആഗോള ടെക് സിഒമാർ, പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ, വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ ഇവിടെ സ്ഥിരം സന്ദർശകരായി വരികയും ഇവരുടെ നിയമവിരുദ്ധമായ പല പ്രവർത്തികളെയും രഹസ്യ ക്യാമറകൾ ഉപയോഗിച്ച് എപ്സ്റ്റൈൻ പകർത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യൻ ഇന്റലിജൻസിൽ ഇതിനൊരു ടെക്നിക്കൽ ടേം ഉണ്ട്, കോംപ്രൊമാറ്റ് അഥവാ കോംപ്രമൈസിംഗ് മെറ്റീരിയൽ. ഒരു വിദേശ നേതാവിൻ്റെയോ കരുത്തനായ ഒരു സിഇഒയുടെയോ പ്രതിച്ഛായ തകർക്കുന്ന വീഡിയോയോ മറ്റു വിവരങ്ങളോ ലഭിച്ചാൽ കൃത്യമായി അവരെ പലതരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അതുവഴി കൺട്രോൾ ചെയ്യാനും സാധിക്കുമെന്നത് തീർച്ചയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദേശ നയത്തിനോ ഒരു ട്രേഡ് എഗ്രിമെന്റിനോ ഡിസ്കഷനിൽ ഇരിക്കുകയും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ബ്ലാക്ക്മെയിലിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അയാൾ തീരുമാനം എടുക്കുന്നത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയോ രാജ്യത്തെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആയിരിക്കില്ല, മറിച്ച് സ്വന്തം പ്രതിച്ഛായ രക്ഷിക്കുന്നതിന് വേണ്ടിയും ആ ബ്ലാക്ക് മെയിലറിന്റെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുമായിരിക്കും. ലീഡേഴ്സിന്റെയും
സിഒമാരുടെയും തീരുമാനങ്ങളെ പൂർണ്ണമായി ഇത്തരത്തിൽ നിയന്ത്രിക്കുകയും അങ്ങനെ നിയന്ത്രിച്ച് ബ്ലാക്ക് മെയിലേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യുന്നിടത്താണ് ഇതൊരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ആയി, ഒരു ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആയി മാറുന്നത്. മാത്രമല്ല ഓർഗനൈസ്ഡ് നേച്ചറിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് എങ്ങനെയൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുന്നു എന്നും ഈ ആംഗിള് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പോയിന്റ് നമ്പർ 2, ട്രാൻസ്നാഷണൽ എലീറ്റ്. എപ്സ്റ്റൈനും അദ്ദേഹത്തിൻ്റെ ഉന്നതരായ സുഹൃത്തുക്കളും എല്ലായ്പ്പോഴും പ്രൈവറ്റ് ജെറ്റുകളും ഓഫ് ഷോർ ടാക്സ് ഹേവനുകളും ഇന്റർനാഷണൽ വാട്ടേഴ്സും ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ ഒരു വിഭാഗം ആളുകൾ ഏത് രാജ്യത്തിൻ്റെ നിയമപരിധിയിലാണ് വരുന്നത് എന്നിടത്താണ് പ്രശ്നം നിൽക്കുന്നത്. അവർ ഒരു പ്രത്യേക രാജ്യത്തോടും കൂറു പുലർത്തുന്നില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ട്രാൻസ്നാഷണൽ എലീറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ട്രാൻസ്നാഷണൽ സ്റ്റേറ്റ്ലെസ് എലീറ്റ്സ് എന്ന് വിളിക്കുന്നത്. കർശനമായ നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്ന് മാറി നിയമപരമായ പഴുതുകളുള്ള രാജ്യങ്ങളിൽ പോയി സാമ്പത്തിക തട്ടിപ്പുകളും കുറ്റകൃത്യങ്ങളും നടത്തുന്ന ഇവരുടെ ഈ രീതിയെ സൂചിപ്പിക്കുന്ന ടെക്നിക്കൽ ടേമാണ് ജുഡീഷ്യൽ ആർബിട്രേജ്. GS4 പേപ്പർ എത്തിക്സിൽ പല സുപ്രധാന ആശയങ്ങളും ഇവിടെയാണ് തകരുന്നത്. ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അവരുടെ മേൽ നിയന്ത്രണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവിടെ അക്കൗണ്ടബിലിറ്റി എന്ന ഫാക്ടർ തന്നെയാണ് ഇല്ലാണ്ടാവുന്നത്. അതുവഴി ഇന്റർനാഷണൽ റിലേഷൻസിൽ വലിയ രീതിയിലുള്ള എത്തിക്കൽ ക്രൈസിസ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, റെപ്യൂട്ടേഷൻ ലോണ്ടറിങ്. എപ്സ്റ്റൈൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ച ഒരു കുറ്റവാളിയാണെന്ന് നമ്മൾ കരുതിയേക്കാം. പക്ഷെ അയാൾക്ക് എങ്ങനെ ഇത്രയും കാലം ഇത് തുടരാൻ സാധിച്ചു? ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളുടെ നിശബ്ദമായ പിന്തുണയും പങ്കാളിത്തവും ഇതിലുണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ആദ്യമായി ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും ലോകത്തെ മുൻനിര ബാങ്കുകൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഹാർവർഡ്, MIT തുടങ്ങിയ പ്രശസ്തമായ സർവകലാശാലകൾ അദ്ദേഹത്തിൻ്റെ ദശലക്ഷക്കണക്കിനുള്ള ഡോളറുകൾ സംഭാവനകളായി സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം കുറ്റകൃത്യങ്ങളെയും ക്രിമിനൽ പശ്ചാത്തലത്തെയും മറച്ചുവെക്കാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ഇത്തരം സംഭാവനകളെയും ഉപയോഗിക്കുന്ന ഈ രീതിക്ക് പറയുന്ന പേരാണ് റെപ്യൂട്ടേഷൻ ലോണ്ടറിങ്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ ആ വാർത്തകൾ പുറത്തുവിടാതിരുന്നത് എന്നതാണ്. ഇതിനെയാണ് ആക്സസ് ജേർണലിസം എന്ന് പറയുന്നത്. വലിയ കോടീശ്വരന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂകളും സംഭാവനകളും പ്രീതിയും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ, അവരുമായുള്ള ബന്ധവും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ, അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണം മാധ്യമങ്ങൾ അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഇത്. ഇതുകൊണ്ടാണ് എപ്സ്റ്റൈൻ്റെ കുറ്റകൃത്യങ്ങൾ വർഷങ്ങളോളം മൂടിവെക്കപ്പെട്ടത്. മെയിൻ പേപ്പറുകളിൽ മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ ആക്സസ് ജേർണലിസം എന്ന കൃത്യമായ ഒരു പോയിന്റ് നമുക്ക് പരാമർശിക്കാൻ സാധിക്കും. GS പേപ്പർ 3-ൽ ബ്ലാക്ക് മണി വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരങ്ങളിലും നമുക്ക് എപ്സ്റ്റൈൻ ഫയൽസിന്റെ കേസിനെ ഒരു ഉദാഹരണമാക്കാൻ പറ്റും. കൂടാതെ GS പേപ്പർ 4 എത്തിക്സിൽ കൃത്യമായിട്ടും എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന ആസ്പെക്ട്സിൽ ഒരു ഉദാഹരണമായി എപ്സ്റ്റൈൻ ഫയൽസിനെ നമുക്ക് എഴുതാൻ സാധിക്കും. വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാം. വെറുതെ ചർച്ച ചെയ്ത് വിടുന്ന ഒരു ഗോസിപ്പ് വാർത്ത മാത്രമല്ല, കൃത്യമായിട്ട് UPSC പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ പറ്റുന്ന വളരെ വ്യാപ്തിയുള്ള എത്തിക്കൽ ആൻഡ് സെക്യൂരിറ്റി ചലഞ്ചസ് ഉള്ള ഒരു ഇഷ്യൂ ആണ് എന്നതാണ്. ലാറ്ററൽ തിങ്കിങ് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം പോസിബിൾ ആയിട്ടുള്ള ആംഗിൾസ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയത്തിൻ്റെ ലാറ്ററൽ അനാലിസിസുമായി നമുക്ക് കാണാം. താങ്ക് യു.